ബാത്തിൽ അവയവദാനത്തെപ്പറ്റി പരാമർശിച്ചതിൽ വളരെ സന്തോഷമെന്ന് പറയുകയാണ് നമ്മുടെ ആലിം ഷെറിന്റെ മുത്തച്ഛൻ റെജി സാമുവൽ. മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. തന്റെ മകനും മകളും പരസ്യത്തിന് വേണ്ടിയല്ല കുഞ്ഞിന്റെ അവയവങ്ങൾ ദാനം ചെയ്തത്. മോശം കമന്റുകൾ ഇടുന്ന ആളുകളെ ഓർത്താണ് തങ്ങൾക്ക് ദുഃഖമെന്ന് കൂടിയാണ് റെജി സാമുവൽ പറഞ്ഞത്. ഇന്ന് പ്രധാനമന്ത്രി മോഡിജി ഇക്കാര്യം പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഒരു വശത്ത് ഞങ്ങൾക്ക് കുഞ്ഞ് മരിച്ചതിൻ്റെ ദുഃഖമുണ്ട്. പക്ഷേ ഇത് വലിയ അംഗീകാരമായി, രാജ്യം നൽകുന്ന അംഗീകാരമായി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് കുടുംബത്തിന് സന്തോഷമുണ്ട്. ഇത് നമ്മൾ പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിന് വേണ്ടി ചെയ്തതല്ല, യാദൃശ്യമായി വന്ന കാര്യം. ഇത്തരത്തിലുള്ളൊരു 10 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കുക, ഞങ്ങൾ ഈ ചില കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു, എന്തൊരടിസ്ഥാനരഹിതമാണ്, വളരെ മോശം. ഇത് മലയാളിക്ക് ചേർന്നതല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത്. പ്രവീൺ, ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിലെല്ലാം ആ കുഞ്ഞുണ്ട്. അവർ ചെയ്ത നല്ല കാര്യത്തിൽ എല്ലാവർക്കും അഭിമാനവുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് അതുതന്നെയാണ് പറഞ്ഞത്. പക്ഷേ ആ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണം അതിപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. വിനീത, പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ തൻ്റെ കൊച്ചുമകളെ പറ്റി പ്രശംസിച്ച് പറഞ്ഞെങ്കിലും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെ പറ്റി, അവരുടെ മാതാപിതാക്കളെ പറ്റിയും പ്രശംസിച്ച് പറഞ്ഞെങ്കിലും അല്പം ദുഃഖത്തോടു കൂടിയാണ് ആലിൻ ഷെറിൻ്റെ മുത്തശ്ശൻ റെജി സാമുവൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഒരു സന്തോഷമുണ്ട്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ മൻ കി ബാത്തിൽ ഈയൊരു അവയവദാനത്തെപ്പറ്റി പ്രകീർത്തിച്ച് പറഞ്ഞതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞത് മാതാപിതാക്കൾ കടുത്ത ദുഃഖത്തിനിടയിലും തങ്ങളുടെ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത് അത് നല്ല കാര്യമാണ്, അത് മാതൃകാപരമാണ്, അവരെ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നു എന്ന പരാമർശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ നടത്തിയത്. അതേസമയം തന്നെ ചില ദുഃഖങ്ങളും മുത്തശ്ശൻ പങ്കുവച്ചു. പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പോഴും നെഗറ്റീവ് കമൻറ്റുകൾ ധാരാളമായി വരുന്നുണ്ട്. അങ്ങനെ മോശം കമൻറ്റുകൾ ഇടുന്നവരെ പറ്റിയാണ് തങ്ങൾക്ക് വിഷമമുള്ളത്. തങ്ങൾ ഇത് പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പരസ്യമെന്ന രീതിയിലോ ഒന്നുമല്ല കൊച്ചുമകളുടെ ഈ അവയവങ്ങൾ ദാനം ചെയ്തത്. അത് തങ്ങൾ കുടുംബാംഗങ്ങൾ സ്വന്തമായി എടുത്ത തീരുമാനമാണ്. അവരുടെ മാതാപിതാക്കൾ, അത് അരുണും ഒപ്പം തന്നെ ഷെറിനും അവർ ചേർന്നെടുത്തൊരു തീരുമാനമായിരുന്നു. അത് നടപ്പാക്കുകയാണ് ചെയ്തത്. അത് മറ്റ് പ്രശംസയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ പരസ്യങ്ങൾക്ക് വേണ്ടിയോ അല്ല. പക്ഷേ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടി ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ നേരത്തെ തന്നെ നാം റിപ്പോർട്ട് ചെയ്താണ്, റിപ്പോർട്ട് ടിവിയിലാണ് കാര്യം മുത്തശ്ശൻ പ്രതികരിച്ചത്. ഈ ഒരു അവയവദാനത്തിൻ്റെ പേരിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൂടി വ്യാജ അക്കൗണ്ടുകൾ നൽകുകയും പണപ്പിരിവ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് ജില്ലാ പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽ തന്നെ മുത്തശ്ശൻ പെടുത്തിയിട്ടുണ്ട്. അക്കാര്യവും അദ്ദേഹം പറഞ്ഞു. ഏതായാലും അക്കാര്യത്തിലും ഒരു സൂക്ഷ്മത വേണം എന്ന ഒരു കാര്യം കൂടി മുത്തശ്ശൻ റെജി സാമുവൽ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. വിനീത, ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്. തീരാത്ത വേദനയിലും തെളിഞ്ഞ നന്മ തന്നെയാണ് കുടുംബത്തിൻ്റെതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരിക്കൽ കൂടി നമുക്ക് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഒപ്പം ഇത്തരം അധിക്ഷേപങ്ങളും സൈബർ ആക്രമണങ്ങളും ഒക്കെ ദയവായി അവസാനിപ്പിക്കണം. അതുകൂടിയാണ് പറയാൻ. ഒരു വേദനയുടെ സമയത്ത് കൂടി അവർ കടന്നു പോകുമ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു. അതൊരു മാതൃകയായി മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയും ഇന്ന് അത് തന്നെയാണ് പറഞ്ഞത്.